ഹലോ ഓൾ. ഇന്നെൻ്റെ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണേ. ഇന്നെനിക്ക് ഷിഫ്റ്റ് ഇല്ലാത്തൊരു ദിവസമായിരുന്നു. അപ്പം ഞാനിങ്ങനെ എനിക്ക് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, ബാങ്കിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് ബാങ്കിൽ പോയ കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. പിന്നെ ഞാൻ എന്താക്കി, ബാങ്കിലൊക്കെ പോയി വന്നിട്ട് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ രാവിലെ ജസ്റ്റ് ഓട്സ് മാത്രം കഴിച്ചിട്ടായിരുന്നു പോയത്. അപ്പം ഞാൻ മെക്ഡി കയറിയിട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ജൂനിയർ ചിക്കൻ കോംബോ മേടിച്ചു. അതിലൊരു ബർഗർ, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ ഡ്രിങ്ക്സ് ഓപ്ഷണലാണ്, നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഞാനൊരു സ്മോൾ വാനില ഐസ് കോഫിയാണ് വാങ്ങിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വിശപ്പൊക്കെ അങ്ങോട്ട് അടങ്ങി. അപ്പം തന്നെ ഞാൻ ഹാപ്പിയായി. പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ വാൾമാർട്ടിൽ പോയി. വാൾമാർട്ടിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, കാരണം അവിടെ നല്ല ഓഫേഴ്സ് ഉണ്ടാവും. പിന്നെ അതുമാത്രമല്ല എല്ലാ സാധനങ്ങളും ഉണ്ടാവും, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലെ എല്ലാം ഒരു കുടക്കീഴിൽ. അതുകൊണ്ട് ഞങ്ങൾ അധികം ഇവിടെയാണ് വരാറ്. ഡ്രസ്സായിക്കോട്ടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പം ഞാനിങ്ങനെ ഒരു ബാസ്ക്കറ്റൊക്കെ എടുത്തിട്ട് എന്താ മേടിക്കുകയെന്ന് ചോദിച്ചാൽ ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നടന്നു. പിന്നെ മാംഗോ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അത് ഞാൻ എടുത്തു. പിന്നെ ഞാൻ നേരെ ചെന്നത് നമ്മളുടെ മീറ്റിൻ്റെ ഐറ്റംസിൻ്റെ അടുത്താണ്. വിവിധതരം മീറ്റുകളുണ്ട്, നമ്മൾ ട്രൈ ചെയ്യാത്തതും ട്രൈ ചെയ്തതുമായിട്ടുള്ള പലതരം. പിന്നെ എനിക്ക് പൊതുവെ പുതിയൊരു ഐറ്റം ട്രൈ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മുടെ മലയാളീസ് പൊതുവെ അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ സോസേജൊക്കെ എനിക്കിഷ്ടമാണ്, എന്നാലും ചിക്കൻ തന്നെയാണ് ഞാൻ എടുത്തത്. ചിക്കൻ്റെ തന്നെ പല വെറൈറ്റി ഉണ്ടാവും. ചിക്കൻ ബ്രസ്റ്റ് പീസ് ഉണ്ട്, ചിക്കൻ ലെഗ് പീസ് ഉണ്ടാവും, പിന്നെ അങ്ങനെ ഒത്തിരി ചിക്കൻ്റെ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. അപ്പം ഞാൻ മസാല തേച്ച് വെച്ചതുണ്ട്, ചിക്കൻ ലെഗ് പീസ് ഉണ്ട്, അങ്ങനെ എന്ത് വേണം എല്ലാ ടൈപ്പും ഇവിടെ ഉണ്ട്. ഞാൻ യൂഷ്വലി എടുക്കാറ് ചിക്കൻ ബ്രസ്റ്റ് പീസാണ്, കാരണം എല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് കട്ട് ചെയ്യാനും എളുപ്പമാണ്, കുക്ക് ചെയ്യാനും എളുപ്പമാണ്. അതുകൊണ്ട് ഞാനതാണ് കൂടുതൽ മേടിക്കാറ്. പിന്നെ ഞാൻ നേരെ വിട്ടത് നമ്മളുടെ ഓട്സിൻ്റെ സെക്ഷനിലേക്കാണ്, കാരണം ഞാൻ അധികം ബ്രേക്ക്ഫാസ്റ്റിന് ഓട്സാണ് കഴിക്കാറ്. അപ്പം നമ്മുടെ നാട്ടിലെ പോലെയല്ല, നമുക്ക് ഒത്തിരി ഫ്ലേവേഴ്സിൽ ഇവിടെ അവൈലബിൾ ആണ്. മേപ്പിൾ സിറപ്പ്, പിന്നെ അങ്ങനെ കെയിൻ സിറപ്പ്, അങ്ങനത്തെ കുറേ വെറൈറ്റി ഉണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ ഒരു സ്വീറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു ടേസ്റ്റായിട്ട് കഴിക്കാം. പിന്നെ എന്ത് കണ്ടോ, വെറൈറ്റീസ് മിൽക്ക്, ഓട്ട് മിൽക്ക്, ആൽമണ്ട് മിൽക്ക്, കോക്കനട്ട് മിൽക്ക്, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഒത്തിരി എണ്ണമുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും മേടിക്കാറ് നമ്മുടെ നോർമൽ മിൽക്ക് തന്നെ. പിന്നെ ചുമ്മാ അതിൽ കൂടെ ഒന്ന് നടന്നേ ഉള്ളൂ. അങ്ങനെ ഇപ്പുറത്തെ സൈഡാണെങ്കിൽ ഒരുപാട് കേക്ക് ഐറ്റംസ്. പിന്നെ ഞാൻ ഷുഗർ കട്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതായിരിക്കും നമ്മുടെ ചിപ്സ്, എല്ലാ ഐറ്റംസും ഉണ്ട്. ഇത് കണ്ടോ അവക്കാഡോൻ്റെ വില. അവക്കാഡോ ഞാൻ ബേസിക്കലി വയനാട്ടിൽ നിന്നാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ വലിയ അവക്കാഡോൻ്റെ മരമുണ്ട്. അവിടെ വീട്ടിൽ നിന്ന് നമ്മളിങ്ങനെ തട്ടി കളിക്കുന്ന സാധനമാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അതിൻ്റെ വിലയും ഇതൊക്കെ മനസ്സിലായത്. പിന്നെ ഞാൻ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക് നടന്നു. ചുമ്മാ ഒന്നും എടുത്തൊന്നുമില്ല, എന്തെങ്കിലും ഉണ്ടോ, വെറൈറ്റീസ് ഉണ്ടോ എന്നൊക്കെ നോക്കി നടന്നു. ആസ് യൂഷ്വൽ നമ്മൾ ഗേൾസ് ചുമ്മാ നോക്കുമല്ലോ, ഒന്നും വാങ്ങിച്ചില്ല. അത് കഴിഞ്ഞ് ഞാൻ വാൾമാർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു മനുഷ്യൻ അവിടെ നിന്ന് ഗിറ്റാറും പിടിച്ച് ഭയങ്കര പാട്ടാണ്. ആരും കാണാനില്ല, പക്ഷെ ചങ്ങായി കിടന്ന് തകൃതിയായിട്ട് പാടുന്നുണ്ട്. ഞാൻ പിന്നെ കുറച്ച് നേരം ആൾക്കൊരു വിഷമം ഉണ്ടാകുന്ന വെച്ചാൽ അവിടെ നിന്ന് നോക്കി കേട്ട് നിന്നു. അങ്ങനെ നിന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ബസ് വന്നു. ഞാനങ്ങനെ ബസ്സിൽ കയറി. ഇവിടുത്തെ ബസ്സിൽ നമ്പേഴ്സാണ് ഉണ്ടാവുക, ഓരോരോ നമ്പേഴ്സ് ഓരോരോ ഏരിയയിലേക്ക് പോകുന്നതിൻ്റെ. അങ്ങനെ ഞാൻ ബസ്സിൽ കയറി, അങ്ങനെ സൈഡ് സീറ്റ് തന്നെ പിടിച്ചു. അങ്ങനെ ഇരുന്ന് ലാലാല പാടി കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് എത്തി. ഇതാണ് വീട്ടിലേക്ക് പോകുന്ന വഴി. നല്ല രസമില്ല ഇവിടുത്തെ വീടുകളൊക്കെ കാണാനായിട്ട്. പിന്നെ സ്കൈ ഒക്കെ ആണെങ്കിലും നല്ല ഭംഗിയില്ലേ കാണാൻ. അങ്ങനെ എനിക്ക് കുറച്ച് ബസ് ഇറങ്ങി ഇച്ചിരി നടക്കാനുണ്ട്. അങ്ങനെ വീടെത്തി. ഇതാണ് നമ്മളുടെ വീട്. ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ ചില്ലണം, ഫ്രഷ് ആവണം, ചായയൊക്കെ കുടിച്ച് ഫ്രഷ് ആയിരിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച്. വേറെ വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ.